ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അരിപ്പൊടി ഉപയോഗിച്ച് മിനിറ്റുകൾക്കുള്ളിൽ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പം നമുക്ക് നോക്കാം ഈ ടേസ്റ്റി സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ചൂടായ പാനിലേക്ക് 1 കപ്പ് മുഴുവനായിട്ടുമുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാലിന് 1/2 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്തതായി നമ്മുടെ സ്നാക്സിന് മധുരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്നാക്സിന് നല്ല മധുരം വേണം, എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ 6 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള പഞ്ചസാരയിലൂടെ 3 ഏലക്കയും കൂടി കൂട്ടി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി 1/4 ടീസ്പൂൺ അളവിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള ഗീ കൂടി ചേർത്ത് കൊടുക്കാം. ഗീ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ പാലൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ പത്തിരിയും ഇടിയപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഏത് കപ്പിലാണോ പാൽ അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിൽ കറക്റ്റ് അളവിലാണ് നമ്മൾ അരിപ്പൊടിയും അളന്നെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സ്നാക്സിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കാം. നമ്മുടെ മിക്സ് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അടച്ചു വെച്ചാൽ മാത്രമേ നമ്മുടെ മിക്സ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ചെറു ചൂടോടെ തന്നെ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മുടെ മാവ് കുഴച്ചെടുക്കാൻ. ഇനി നമുക്ക് ഇതിൽ നിന്നും കുറേശ്ശെയായിട്ട് മിക്സ് എടുക്കാം. അതിനുശേഷം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഒരു സിലിണ്ടറിക്കൽ ടൈപ്പിലാണ് ഇത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് ടൈപ്പിൽ വേണമെങ്കിലും ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ബോൾ ടൈപ്പിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ സ്ക്രാച്ച് ഇല്ലാതെയാണ് നമ്മളിത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് എല്ലാം ഷേപ്പ് ചെയ്യാം. അപ്പം നമ്മുടെ എല്ലാ സ്നാക്സും ഒരുപോലെ ഒട്ടും തന്നെ സ്ക്രാച്ച് ഇല്ലാതെ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മുടെ ഈ സ്നാക്സ് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു അരിപ്പ പാത്രം വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സ്നാക്സ് വെച്ച് കൊടുക്കാം. അരിപ്പൊടിയും പഞ്ചസാരയും ഗീയും ഒക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസുകളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. പകുതി സ്നാക്സ് മാത്രമേ നമ്മളിപ്പോൾ വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് നേരം ഇത് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ സ്നാക്സ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. 3 മിനിറ്റ് ആയപ്പോൾ നമ്മളിതൊന്ന് തുറന്ന് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിരുന്നു. ഇപ്പോൾ സ്നാക്സ് എല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടി വെച്ച് കൊടുക്കാം. അടുത്ത സ്നാക്സും കൂടി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മുഴുവൻ സ്നാക്സും നമ്മളിവിടെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പണി കൂടി ബാക്കിയുണ്ട്. നമ്മളിവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്യാം. നിർബന്ധമൊന്നുമില്ല, കാണാനൊക്കെ ഉള്ള ഒരു ലുക്കിന് വേണ്ടി മാത്രമാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. തേങ്ങ ചിരവിയതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക. അതിനുശേഷം മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കുക. അതാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അപ്പോൾ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.